27,000-ഓളം ആളുകൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് നഷ്ടപ്പെടും. ഇവരിൽ മഹാഭൂരിപക്ഷവും GCC രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ മഹാഭൂരിപക്ഷവും മലയാളികളായിരിക്കും. എന്താ കാരണം എന്നറിയാമോ? ഇല്ല. ഇവർക്ക് പോപ്പുലർ ഫണ്ട് ബന്ധമുണ്ട്. നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫണ്ടുമായി ബന്ധമുള്ള പോപ്പുലർ ഫണ്ടിന് പണം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളെ കേന്ദ്ര സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ, പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ 27,000 പേർ എന്ന് പറഞ്ഞ ചെറിയ സംഖ്യയല്ല, 400,000-ക്കാളും 2,000 കൂടുതൽ. അപ്പോൾ ഈയിടെ ഒരാളെ ഒമാനിൽ നിന്ന് പിടികൂടിയിരുന്നു. ഒമാനിൽ നിന്ന് പിടികൂടി അയാളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു. 10 വർഷമാണല്ലോ പാസ്പോർട്ടിൻ്റെ കാലാവധി. ഇപ്പോൾ 10 വർഷത്തേക്ക് പാസ്പോർട്ട് എടുത്ത് നേരെ ഗൾഫിൽ കഴിയുകയാണ്. ഗൾഫിൽ കഴിയുമ്പോൾ ഇവിടെ പോപ്പുലർ ഫണ്ട് നിരോധിച്ചു. പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തകനായിരുന്നു. പോപ്പുലർ ഫണ്ടിന് പണം നിരന്തരമായി പോപ്പുലർ ഫണ്ടിൻ്റെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോപ്പുലർ ഫണ്ട് നിരോധനം വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ പിടി വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ആശാന്മാർ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ സസുഖം കഴിയുകയായിരുന്നു. അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മോദി ഒന്ന് ഭരിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം വീഴും. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യവും വീണില്ല. അപ്പോൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയും, എന്തായാലും ഇത്തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, നരേന്ദ്രമോദി വീഴും. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ പോപ്പുലർ ഫണ്ട് നിരോധനമാക്കി മാറും. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരാം എന്ന് കരുതിയിരുന്നു. പക്ഷേ പണി പാളി. മോദിയുടെ സർക്കാർ ഇനി 15 വർഷം പൂർത്തിയാക്കും. അപ്പോൾ പാസ്പോർട്ടിൻ്റെ കാലാവധി 10 വർഷം കഴിയുമ്പോൾ തീരും. ഒമാനിലെ സഹോദരൻ എന്ന് പറയണല്ലോ, സുഹൃത്ത്, അദ്ദേഹം പാസ്പോർട്ട് പുതുക്കാനായിട്ട് എംബസി കൊടുത്തു. എംബസിക്ക് കാര്യം കിട്ടി. ആളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇയാളുടെ ഹിസ്റ്ററി മുഴുവൻ കിട്ടി. നേരെ ഒമാൻ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് പൊക്കി. എന്നിട്ട് സിംഗിൾ എൻട്രി പാസ്പോർട്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള മാത്രം ഉപയോഗിക്കാവുന്ന പാസ്പോർട്ട് കൊടുത്തു. അതുമായിട്ട് കയറ്റി വിട്ടു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ചിലവ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടിട്ടത് ജയിലിലേക്കാണ്. അപ്പോൾ ഇതൊരു വലിയ ഘടകമാണ്. അങ്ങനെയാണ് ഈ ഒമാനിലേക്ക് നിന്ന് പിടികൂടിയ ആൾ മലയാളിയാണോ എന്നുള്ള വിവരം വന്നിട്ടില്ല. പോപ്പുലർ ഫണ്ടുമായിട്ട് ബന്ധമുള്ള വിദേശത്ത് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഏതായാലും പോപ്പുലർ ഫണ്ടുമായി ബന്ധമുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരും മലയാളിയായിരിക്കും. ഒമാനിൽ വന്നിരിക്കുന്ന ആളുടെ വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഏകദേശം കണക്കുകൾ പറഞ്ഞ് 27,000 പേർ ഇങ്ങനെ അവിടെയുണ്ട്. അവർ അവിടെ നിന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. 10 വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. നാട്ടിൽ വന്നാൽ പിടിക്കപ്പെടും. കാരണം എയർപോർട്ടിൽ കയറി ഈ പാസ്പോർട്ടുമായിട്ട് ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേ നമുക്കറിയാൻ പറ്റും ആൾ വാണ്ടഡ് ലിസ്റ്റുകളാണ്. അപ്പോൾ പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് 10 വർഷമായിട്ട് അവിടെ കഴിയരുത്. അപ്പോൾ ഇനിയിപ്പം നാട്ടിൽ വന്ന് അമ്മയെ, അച്ഛനെ, അല്ലെങ്കിൽ ഭാര്യയെ, മക്കളെയൊക്കെ കാണാം എന്ന് വിചാരിച്ചാൽ പണി പാളി. ഭീകരന്മാരുടെ അവസ്ഥ വളരെ ഗതികേടിലാണ്. ഒരു തരത്തിൽ ജീവിക്കും. മറ്റേ അനന്ത നമ്പ്യാർ പറയും പോലെയാണ്, ഒരു തരത്തിലും കള്ളക്കടത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. മറ്റേ നാടോടിക്കാറ്റ് പറയുന്ന പോലെ അല്ല. അത് പിന്നെ പോട്ടെ. അനന്ത നമ്പ്യാരൊക്കെ നിഷ്കളങ്കമായി ഇത് ആളെ കൊല്ലുന്ന രാഷ്ട്രീയമാണ്. ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള രാഷ്ട്രീയമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ, അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല, സഹോദരങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഇവിടെ ഭീകരപ്രവർത്തനം നടത്താനുള്ള സാഹചര്യമില്ല. രാജ്യത്തെ വിഭജിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്തിന് ഞങ്ങൾക്ക് ഭീകര സംഘടനയ്ക്ക് ഇത്തിരി കാശ് കൊടുക്കട്ടെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. 10 വർഷമൊക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണെന്നേ. ഇവിടെ വന്നാൽ പിടിവിടും. 4,00,000 ആളുകളല്ല, 27,000 ആളുകൾ. ഈ 27,000 ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. ഈ 10 വർഷമായി കുടുംബമായിട്ട് ബന്ധമില്ല. അത് തന്നെ ഒരു ശിക്ഷയാണ്. നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷേ 10 വർഷം കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ആ രാജ്യത്ത് തുറന്നാൽ എന്ത് പറ്റും? അവിടുത്തെ ജയിലിൽ പോകും. ഇനിയിപ്പോൾ ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് 2 ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ അനധികൃതമായി കഴിഞ്ഞാൽ അവിടുത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുക, എന്നിട്ടും അത് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും? ഡീപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവിടുത്തെ ജയിലിൽ കഴിയാതിരിക്കാനുള്ള മാർഗം നേരെ എംബസി ചെല്ലുക, പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ എംബസിക്കാരൊന്നും മിണ്ടത്തില്ല. പാസ്പോർട്ട് അവർ റിന്യൂ അപ്പോഴേ മനസ്സിലായി ഇവൻ മറ്റവനാണെന്ന് മനസ്സിലാവും. എന്നിട്ട് അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിക്കും, അവരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു സിംഗിൾ വിസ മാത്രം കൊടുക്കും. അപ്പോൾ സിംഗിൾ വിസയാണോ കൊടുക്കുന്നത് എനിക്കറിയില്ല. കാരണം നമ്മുടെ സിംഗിൾ പാസ്പോർട്ട് കൊടുക്കും. ഒരു ഒറ്റ യാത്ര, ഡൽഹിയിലേക്ക് പോകാനുള്ള യാത്ര പാസ്പോർട്ട് മാത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത്ര ഒരു പാസ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഡീപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഒരു പാസ്പോർട്ട് കൊടുക്കുമെന്നാണ്. ആ പറഞ്ഞ ആൾ പറഞ്ഞത് വൈറ്റ് പാസ്പോർട്ട് എന്നാണ്. വൈറ്റ് പാസ്പോർട്ടല്ല. ഇപ്പോൾ ഇന്ത്യയിൽ 3 തരം പാസ്പോർട്ടുണ്ട്. ഒന്ന് നീല നിറത്തിലുള്ള പാസ്പോർട്ട്, നമുക്കെല്ലാം കിട്ടുന്ന സാധാരണ പാസ്പോർട്ട്. പിന്നെയുള്ളത് മെറൂൺ അല്ലെങ്കിൽ ചുവന്ന കളറുള്ള പാസ്പോർട്ടാണ്. അത് കേന്ദ്രമന്ത്രിമാർ, ഡിപ്ലോമാറ്റുകൾ, പിന്നെ MP-മാർ, ഇവർക്കൊക്കെ മറ്റ് രാജ്യങ്ങളിലെത്തുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കിട്ടാൻ ഈ മെറൂൺ അല്ലെങ്കിൽ റെഡ് കളറുള്ള പാസ്പോർട്ട് ഉപയോഗിക്കാം. പിന്നെ വൈറ്റ് പാസ്പോർട്ടുണ്ട്. വൈറ്റ് പാസ്പോർട്ട് എന്ന് പറയുന്നത്
വെള്ള നിറത്തിലുള്ള പാസ്പോർട്ടാണ്. അത് നമ്മുടെ IAS IPS അങ്ങനെ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് വൈറ്റ് പാസ്പോർട്ട്. അതൊക്കെ ആ പാസ്പോർട്ട് ലൈഫ് ലോങ് അല്ല, ആ സർവീസിലുള്ള കാലത്ത് മാത്രം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 തരം പാസ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ എംബസിയിൽ ചെന്ന് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുന്നത് ഒരു പാസ്പോർട്ടായിരിക്കാൻ സാധ്യതയില്ല. അത് ഞാനിപ്പോൾ അന്വേഷിക്കാൻ എനിക്ക് സാവകാശം കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാമായിരുന്നു. പക്ഷേ അവരെ സ്വാഭാവികമായും ലോക്കൽ പോലീസിനെ അറിയിച്ച് അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ 27,000-ഓളം ആളുകൾ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ 27,000 ആളുകളുടെ പണി പോവുകയാണ്. അതായത് കേരളത്തിൽ വലിയ രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിൽ ഇവർ ഹൈഡൗട്ടുകളിലേക്ക് മാറി. അതിലൊന്നാണ് ഈ ഗൾഫ് ദേശങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക്, ജമാഅത്തെ ഇസ്ലാമി ഇല്ലെങ്കിൽ ഈ പറയുന്ന CPM, കോൺഗ്രസിലേക്ക് വളരെ കുറവാണ് പോയത്. CPM, പിന്നെ SDPIയിൽ നിലനിന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ SDPIയിൽ നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പോരാതെ ഇവരുടെ എല്ലാം ഈ സ്ലീപ്പർ സെല്ലുകൾ പോലെ നിലനിൽക്കുന്ന, പോലീസിൽ തന്നെ ഏതാണ്ട് ഒരിക്കൽ NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് 800-ലേറെ ആൾക്കാർ ഉണ്ട് എന്നുള്ള പച്ചവെളിച്ചം അല്ലേ? അതെ, പച്ചവെളിച്ചം എന്ന് പറയുന്നത്. ഈ പച്ചവെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾക്കാർ, ആ മനോഭാവത്തിലുള്ളവർ അന്ന് നിസ്സാരമായി 2 പേരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ബാക്കിയുള്ളവർ മുഴുവൻ പോലീസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അല്ല, ഇന്നാണ് ഒരു കഥ അത് കേട്ടോ. ഈ പച്ചവെളിച്ചം ഒക്കെ ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ പോലീസിൻ്റെ പക്കലുണ്ടായിരുന്ന RSSകാരുടെ ലിസ്റ്റ് പുറത്തേക്ക് വിട്ടു എന്നതിൻ്റെ പേരിൽ അയാൾക്ക് നടപടി വന്നു, അയാളെ പിരിച്ചുവിട്ടു. പക്ഷേ അയാളിപ്പോൾ കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞൊരു കഥനകഥ ഒരു പോലീസുകാരൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരും സഹായിക്കാനില്ല, ഞങ്ങൾ ഭീകരനാണെന്ന് പറയുന്നു, ഇങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഒരു നക്സൽ ബന്ധമൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു പോലീസുകാരൻ ഒരു കുറിപ്പ് എഴുതിയത് ഞാൻ കണ്ടിരുന്നു. കാരണം ഈ പച്ചവെളിച്ചത്തിനെ എപ്പോഴും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾക്കുടെ ഒരു വെള്ളപൂശലുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ചോദിക്കുന്നത് 27,000 പേരെന്ന് പറയുമ്പോൾ അതിലൊരു 20,000 പേരെങ്കിലും മലയാളികളായിരിക്കും. അതെ. അപ്പോൾ കേരളത്തിൽ ഇവരെല്ലാം കൊണ്ടുവന്ന ഇവരെ പിടിച്ചിട്ടാണുള്ള ജയിലുണ്ടോ? പിണറായി വിജയൻ എന്ത് ചെയ്യും? അതാണ്, കേരളത്തിലില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടി വരും. ഇത് രാജ്യത്തിൻ്റെ മുഴുവൻ സുരക്ഷയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഇവർ കൂട്ടമായിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ തിരിച്ചു പോരും, എല്ലാവരും തിരിച്ചു പോരും എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. അല്ല, പിന്നെന്ത് ചെയ്യും? 27,000 പേർക്ക് പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഗൾഫിൽ തുടരാൻ പറ്റുമോ? അവരെ പിടിച്ച് അവിടെ ജയിലിൽ ഒളിച്ചു കഴിയും, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറിക്കൊണ്ട്. അല്ല, എവിടേക്ക് പോകണമെങ്കിലും പാസ്പോർട്ട് വേണം. ഗൾഫിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക്, സുഡാപ്പികൾക്ക്, മുസ്ലിം ലീഗുകാർക്ക് കിട്ടുന്ന പരിഗണന ഗൾഫ് രാജ്യങ്ങൾക്ക് കിട്ടത്തില്ല. അവിടെ പട്ടിയുടെ വിലയാണ്. അതെ, അവിടെ പോയിട്ട് പലസ്തീന് വേണ്ടി ഒരു ജാഥ നടത്തി നോക്കിയേ, ഒരു മുദ്രാവാക്യം വിളിച്ചു നോക്കിയേ, പിടിച്ചകത്തിടും. സൗദി പോലും, അതെ, ഖത്തറിൽ പോലും, സപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറാണ്. ഇവരെയൊക്കെ സ്പോൺസർമാരും സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഖത്തറിൽ പോയിട്ട് പലസ്തീൻ അനുകൂലമായിട്ട് ഒരു ഇന്ത്യക്കാരൻ പോയി ഒരു പ്രകടനം നടത്തിയ ഉറപ്പാണ് പിടിച്ചവരകത്തിടും. ഇത് കാരണം ഇന്ത്യൻ മുസ്ലിമുകളെ അവരൊരിക്കലും യഥാർത്ഥ മുസ്ലിമുകളായി ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. 2ാം തരക്കാരായിട്ടാണ്. പിന്നെ ഒരു പരിഗണനയൊക്കെ കൊടുക്കുമായിരിക്കും. അതല്ലാതെ അതെന്നോട് തുറന്ന് പറഞ്ഞിട്ടുള്ള വെസ്റ്റ് ഏഷ്യക്കാരുണ്ട്. വെസ്റ്റ് ഏഷ്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളാണോ? ഒരു മഞ്ഞച്ചോറ് കഴിക്കുന്നവരാണ്, പോരാത്തതിനെ കല്യാണം കഴിച്ച് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നവരാണ്, താലി കെട്ടുന്നവരാണ്, താലി ഉണ്ടല്ലോ അത് കെട്ടിയിട്ട് ഇത് കഴിയുന്നവരാണ്. ഇവർ ഞങ്ങളുടെ മതാചാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ അവർ ഇവിടെ ആനയെ വെച്ചിട്ട് എഴുന്നള്ളിപ്പ് നടത്തുന്നു? അവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ തൃത്താല ഉറൂസിന് പുറത്ത് എഴുന്നള്ളിച്ചല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കിടന്ന്, അതും എന്നോട് പറഞ്ഞ ഞാൻ ചേരമൻ പള്ളിയെ പറ്റി പറഞ്ഞു. അപ്പോൾ നിലകൊടുത്ത് ചേരമാൻ പെരുമാൾ പള്ളി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമാണ്. ഒരു ദേവീക്ഷേത്രം ഉണ്ടാക്കാൻ ജുമാ മസ്ജിദ്, ഒരു കേരളത്തിലെ ആദ്യത്തെ ജുമാ മസ്ജിദാണ്. അവിടെ ഒരു ദേവീക്ഷേത്രം നിർമ്മിക്കാൻ വെച്ചിരുന്ന ഉരുപ്പടി എടുത്ത് കൊടുത്തിട്ട് ആ സ്ഥലത്ത് പണിയിച്ചു കൊടുത്തതാണ്. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു അനിസ്ലാമികമാണ് ഇതെല്ലാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിൻ്റെ രൂപം പോലും ഇല്ല എന്നാണ് ഈ വെസ്റ്റ് ഏഷ്യക്കാരൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അയാൾക്ക് അതിനോട് ഒരു അസഹിഷ്ണുതയില്ല കേട്ടോ. അയാൾക്ക് ഈ പറയുന്ന അവരുടെ മതത്തിലെ വിശ്വാസത്തിന് പുറത്താണ് ഇവരെന്ന് പറഞ്ഞതല്ലാതെ ഹിന്ദു മതത്തിനോടോ മറ്റൊരു മതത്തിനോടോ വെസ്റ്റ് ഏഷ്യക്കാരായിട്ടുള്ള ഈ മനുഷ്യർ ഒരു അസഹിഷ്ണുതയും പുലർത്തുന്നില്ല. ഏതായാലും നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, 27,000 ആളുകൾ അതെ കഴിഞ്ഞ 10 വർഷവും കഴിഞ്ഞിരുന്നത് മോദി 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത 5 വർഷം വീഴും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പോൾ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ മോദി സർക്കാരിൻ്റെ ഫാസിസത്തിനെതിരെ മുദ്രാവാക്യം മനസ്സിൽ വിളിക്കാമെന്നല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ 27,000-ൽ ഒരു 20,000 പേരെങ്കിലും മലയാളികളാണെങ്കിൽ പിണറായി വിജയന് വേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാം. കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് കടുത്ത ആഘാതം അല്ലേ? അതെ, കാരണം 27,000 പേരുടെ ശമ്പളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നതാണ്, അത് നിൽക്കാൻ പോവാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ആകെയുള്ള പണി ഊബർ ഓടാം,
അല്ലെങ്കിൽ സ്വിഗ്ഗി ഓടാം എന്നുള്ളതൊക്കെയാണ് മാർഗം. ഏതായാലും ഒരു രാജ്യത്തിനെതിരെയുള്ള ഭീകരപ്രവർത്തനം നടത്തിയ 27,000-ഓളം ആളുകൾക്ക് ജോലി പോകുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ കാര്യമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതാണല്ലോ. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന മുസ്ലിമുകളല്ലാത്ത ആളുകൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ജന്മദിനാശംസ നേർന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ ഞങ്ങൾക്ക് തന്നെ വലിയ ആക്രമണമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇവൻ ഹിന്ദു ഭീകരനാണ് എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് പരാതി കൊടുപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണി കളയിക്കാൻ വേണ്ടി മലയാളികളെ. അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മോദി എന്ന് പറയുന്നത് സഹിക്കുകയില്ല. രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടപ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് രാമക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രം ഇട്ടതിൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് പരാതി കൊടുത്ത് ജോലി കളയിക്കാൻ ശ്രമിച്ചവരുണ്ട്. എത്ര ഹിന്ദുക്കളുടെ, അപൂർവം ചില ക്രിസ്ത്യാനികളുടെ ജോലി ഈ ഗൾഫിൽ കഴിയുന്ന ഈ 27,000-ൽ ആളുകൾ, വർഗീയ തിമിരം ഭ്രാന്ത് ബാധിച്ചവർ, അവർ സങ്കുചിതമായ മതവൈര്യം കൊണ്ട് നമ്മുടെ ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ എനിക്കറിയാം, എന്നോട് നേരിട്ടൊരു വനിത പറഞ്ഞാണ് ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഓഗസ്റ്റ് 15 പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരായ മുസ്ലിങ്ങൾ സ്ഥാപനത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഗൾഫ് രാജ്യത്തിരുന്നിട്ട് ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാടൻ മനസ്സുള്ള ആളുകൾ ഉണ്ട്. അവരിൽ ഭൂരിപക്ഷം പേരും, ഈ 27,000-ൽ ഭൂരിപക്ഷം പേരും അവരാണ്. അവർ നാട്ടിലേക്ക് പോരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജയിലുകൾ തുറന്നു കിടപ്പുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.